അൽ-അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ എന്ന് പറയുന്നത് അവർ കൂടിച്ചേരുന്ന, അവർ സംഗമിക്കുന്ന ടീമാണ്, സംഘമാണ്. അവർ യോഗം കൂടാറുണ്ട്, അവർ ആത്മീയ ലോകത്ത് സംഗമിക്കാറുണ്ട്. മഹാനരായ ഹസൻ ഷദ്ദാദ് റഹിമഹുല്ല വലിയ മഹാനായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം മനാമിൽ കണ്ട വലിയ മഹാനാണ് ഹസൻ ഷദ്ദാദ് തങ്ങൾ. ആദ്യമായി നമ്മുടെ കേരളത്തിൽ മഅദിൻ സന്ദർശിച്ച് പിന്നീട് അദ്ദേഹം മർക്കസിൽ പോയി ഉസ്താദ് അവറുകളെ കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി കേരളത്തിൽ വരുന്ന മഹാനാണ്. ആ ഹസൻ ഷദ്ദാദ് ചോദിക്കുന്നുണ്ട് എ പി ഉസ്താദിനോട്, നിങ്ങൾ ഈ കോയയിലേരെ ഒന്ന് കാണിച്ചു തരുമോ? കോയ മുസ്ലിയാർ, MKM കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, വലിയ മഹാനായിരുന്നു, പെരുമുഖം. ഒരു 5-10 വർഷമായി അദ്ദേഹം വഫാത്തായിട്ട്. കേരളത്തിൽ ആദ്യമായി വരുന്ന ഈ ഹസൻ ഷദ്ദാദ് എന്ന് പറയുന്ന വലിയ മുഹദ്ദിസും ഫഖീഹുമായ പണ്ഡിതൻ ചോദിക്കുകയാണ്, ഈ ഒരു നാട്ടുംപുറത്തുള്ള ഒരു കുഗ്രാമത്തിൽ ഉള്ള കോയ ഉസ്താദിനെ അന്വേഷിച്ചപ്പോൾ എ പി ഉസ്താദും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എന്തായിരുന്നാലും കോയ ഉസ്താദിനെ വിളിച്ചു വരുത്തി മർക്കസിൽ വെച്ചിട്ട് അവർ സന്ദർശിച്ചു. ഒരു റൂമിൽ ഹസൻ ഷദ്ദാദ് തങ്ങളും കോയ ഉസ്താദും തമ്മിൽ സംഗമിച്ചു. അവർ പരസ്പരം കൈമാറേണ്ടതെല്ലാം കൈമാറി, ഉമിനീര് പരസ്പരം കൈമാറി എന്ന് പോലും അനുഭവസ്ഥർ പറയുകയാണ്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് കോയ ഉസ്താദിനോട് തൻ്റെ അഹബാബിൽപ്പെട്ട ആരോ ചോദിച്ചു, അല്ല ഉസ്താദെ, ഹസൻ ഷദ്ദാദ് തങ്ങൾ കേരളത്തിലേക്ക് തന്നെ ആദ്യമായി വരികയാണ്. ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് എ പി ഉസ്താദ്, നമുക്കറിയാം. ഉസ്താദിനെ ഹസൻ ഷദ്ദാദ് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമൊക്കെയാണ്. നിങ്ങളെങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. ഹസൻ ഷദ്ദാദ് തങ്ങൾ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ കോയ ഉസ്താദ് പറഞ്ഞു ഉത്തരേ, ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മീറ്റിങ്ങിൽ സംഗമത്തിൽ സംഗമിച്ച പരിചയമാണ് എന്ന്. ബടായല്ല, MKM കോയ ഉസ്താദിൻ്റെ ശിഷ്യന്മാരിറക്കിയ അവരുടെ സ്മരണികയുണ്ട്, അതെടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പം എന്തിനാ ഞാനത് പറഞ്ഞത്? അൽ-അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ സംഗമിക്കുന്നുണ്ട്, അവർ കൂടിച്ചേരുന്നുണ്ട്, അവരെല്ലാ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഈ ഭൗതികമായ ലോകത്തിൻ്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും അവരെ കയ്യിലാണ്. മഹാനരായ മടവൂർ തങ്ങളെ പറ്റി നമ്മൾ പറയാറില്ലേ, അവർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആത്മീയമായ ലോകത്ത് വെച്ചിട്ട് അവരുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ലോകത്ത് ഭൗതികമായ ഒരു വലിയ വിട പറയുമ്പോൾ, ഒരു ഗൗസ് വിട പറയുമ്പോൾ, ഒരു ഖുത്ബ് വിട പറയുമ്പോൾ മഹാന്മാർ ഒരുമിച്ച് കൂടി ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ സംഗമിച്ച് അടുത്ത ആളെ ആ പോസ്റ്റിലേക്ക് അവർ നിയമിക്കുകയാണ്.